Good morning. Good afternoon. Good afternoon, Miss. Good afternoon, Miss. Good afternoon, Miss. Good afternoon, Miss. Good afternoon. Okay, Nara prayer. ഞാനാണ് മിസ് ആതിര. Okay, da. അറിവിൻ പ്രകാശമേ നീ നയിച്ചാലും അലിവിൻ പ്രവാഹമേ നീ തുണച്ചാലും അകതാരിലെന്നും കനീവ് നിറഞ്ഞിടാൻ അക്ഷരപ്പൊരുളെ നീ കാവലാകേണമേ. പുതിയ പ്രഭാതം വിടരുവാനായി പുതിയ പ്രതീക്ഷ പൂവിരിയുവാനായി നന്മകൾ നിറയുമീ പൂങ്കാവുകൾ സ്നേഹം വിതയ്ക്കും വയലോലകൾ ഞങ്ങൾ തൻ മനതാരിലെന്നുമെന്നും അക്ഷരപ്പൊരുളിൻ പ്രഭയേകണേ അക്ഷരപ്പൊരുളിൻ പ്രഭയേകണേ. അറിവിൻ പ്രകാശമേ നീ നയിച്ചാലും അലിവിൻ പ്രവാഹമേ നീ തുണച്ചാലും അകതാരിലെന്നും കനിവ് നിറഞ്ഞിടാൻ അക്ഷരപ്പൊരുളെ നീ കാവലാകേണമേ അക്ഷരപ്പൊരുളെ നീ കാവലാകേണമേ. മിസ് തോട്ട് ഓഫ് ദി ഡേ ഞാനാണ് പറയുന്നത്. എക്സലൻസ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ് ആൻഡ് നോട്ട് ആൻ ആക്സിഡന്റ്. APJ അബ്ദുൽ കലാം. Okay. കഴിഞ്ഞ ക്ലാസ്സിൽ വന്നിട്ടുണ്ടായിരുന്നോ? സൈൻ ഇൻ ഉണ്ടായിരുന്നു മിസ്. പറഞ്ഞോട്ടോ. ഹലോ. പറഞ്ഞോ മോനെ. Hello everybody, how are you today? It's time to move your body and learn and play. Hello to my teacher, how are you today? I'm going to listen to what you say. Hello to my friends, how are you today? I am going to share my joy with you today. Hello friends, it's me Bijida, invites you to the world of knowledge. One thing I want to remind you that accept the challenges and let's work together. Okay. Okay. ലാസ്റ്റ് ക്ലാസ്സിൽ എന്തെങ്കിലും ആക്ടിവിറ്റി വരും തന്നിട്ടുണ്ടായിരുന്നോ ഞാൻ? തന്നിട്ടുണ്ടായിരുന്നു. പേഴ്സണൽ ഹൈജീനിക്കിന്റെ ഒരു ചാർട്ട് ഉണ്ടാക്കാനായിരുന്നു പറഞ്ഞത്. ചെയ്തോ? ചെയ്തു പ്രസന്റ് ചെയ്യാൻ പറ്റുമോ? എക്സ്പ്ലെയിൻ ചെയ്യണം, പ്രസന്റ് ചെയ്യണം. അത് പ്രസന്റ് ചെയ്തോന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി, കാണിക്കാൻ വേണ്ടിട്ട് പറ്റുമല്ലോ. ആരാ ഫസ്റ്റ് ചെയ്യണം? ഓർഡർ ഒന്ന് മെസ്സേജ് അയക്കോ, എല്ലാവരും പേര് ഒന്ന് മെസ്സേജ് അയക്കണം. ഞാൻ അതനുസരിച്ച് ഓർഡർ വിളിക്കാം. ഓക്കെ, ഫസ്റ്റ് അമൃതല്ലേ പറഞ്ഞത്? ബാക്കിയുള്ളവര് മെസ്സേജ് അയക്കണം കേട്ടോ. എന്താ മെസ്സേജ് എന്ന് പറഞ്ഞേ? ഞാൻ ഇപ്പൊ കേറിയല്ലോ. എടാ, ഞാനത് കഴിഞ്ഞ ക്ലാസ്സില് ഒരു പോസ്റ്റർ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്ന് കാണിക്കുക, അതിനെ കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും കാണിക്കാൻ വേണ്ടിട്ട് പ്രിപ്പയർ ചെയ്തില്ലേ മോനും? ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ വീട്ടില് 5 മിനിറ്റ് ഇപ്പൊ എത്തും. അപ്പോഴേക്കും ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. മോൻ എത്തിക്കഴിയുമ്പോ ഒന്ന് മെസ്സേജ് അയക്കണേ. ഞാൻ അതനുസരിച്ച് ഓർഡർ വിളിക്കാം കേട്ടോ. ആരും മെസ്സേജ് അയച്ചിട്ടില്ല കേട്ടോ. ശരി ശരി. പറഞ്ഞു കാണിച്ചോടാ. ക്യാമറ ഓൺ ചെയ്തു. മെസ്സേജ് കാണാവോ? എല്ലാവരും വരട്ടെ. ബാക്ക് ക്യാമറ ഒന്ന് എടുക്കാൻ പറ്റുമെങ്കിൽ നല്ലതായിരിക്കും. ഞാൻ വരയ്ക്കാണ് ചെയ്താ. നന്നായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു മിസ്സേ. എക്സ്പ്ലെയിൻ ചെയ്ത ഗുഡ് ഹാബിറ്റ്സ് അല്ലേ കാണിച്ചിരിക്കണേ? ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഫസ്റ്റ് പോയിന്റ്, wake up early in ഇമേജ് ഒന്ന് കാണിച്ചുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? ഓക്കെ, കാണിക്കാം ഒരു മിനിറ്റേ. കാണാവോ? വെട്ടം കുറവാണോ? ഇപ്പൊ കുഴപ്പമില്ല.
കാണാവോ? wake up early in the morning. Wake up early in the morning. രാവിലെ നേരത്തെ എണീക്കുക. വാഷ് യുവർ ഹാൻഡ്സ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഈറ്റിംഗ് ഫുഡ്. നമ്മൾ ആഹാരം കഴിക്കുന്നതിന് മുമ്പും ശേഷവും കൈ കഴുകുക. ബാത്ത് ഡെയിലി, എല്ലാ ദിവസവും കുളിക്കുക. ബ്രഷ് യുവർ ടീത്ത് ട്വൈസ് എ ഡേ, രണ്ട് നേരം ദിവസത്തിൽ പല്ല് തേക്കുക. വാഷ് യുവർ ഹാൻഡ്സ് ആഫ്റ്റർ ബ്ലോയിങ് ദി നോസ്, കഫിങ് ഓർ സ്നീസിങ്. അതായത് നമുക്ക് ജലദോഷം വന്നിട്ട് മൂക്ക് പിടിക്കുകയോ തുമ്മിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നമ്മൾ എപ്പോഴും നല്ല രീതിക്ക് വാഷ് ചെയ്യുക. ആൻഡ് വാഷ് യുവർ ഹാൻഡ്സ് ഓഫ് ആഫ്റ്റർ ഹാൻഡ്ലിങ് പെറ്റ്സ്. നമ്മുടെ വളർത്തു മൃഗങ്ങളെയൊക്കെ തൊടുകയോ പിടിക്കുകയോ ഒക്കെ ചെയ്തിട്ട് എപ്പോഴും ഹാൻഡ് നന്നായിട്ട് കഴുകിയതിന് ശേഷം മാത്രം ഫുഡ് കഴിക്കുക. എന്താണ് കുട്ടികൾ തൊടുകയൊക്കെ ചെയ്യാം. അടുത്ത വാഷ് യുവർ ഹാൻഡ്സ് ആഫ്റ്റർ ഗോയിങ് ടു ബാത്റൂം. നമ്മൾ ബാത്റൂമിൽ പോയതിനു ശേഷം നന്നായിട്ട് ഹാൻഡ് വാഷ് ചെയ്യുക. ദെൻ കട്ട് യുവർ നെയിൽസ് ഓൺ ടൈം. കറക്റ്റ് സമയത്തിൽ നമ്മളെ നെയിൽസ് കട്ട് ചെയ്ത് ക്ലീൻ ആക്കി വെക്കുക. വാഷ് യുവർ ഹാൻഡ്സ് ആഫ്റ്റർ കുക്കിംഗ്. നമ്മൾ കുക്കൊക്കെ ചെയ്തതിന് ശേഷം ഇതിന്റെയൊക്കെ നമ്മളിപ്പോ പലതരത്തിലുള്ള ചിലപ്പം വൃത്തിയായിട്ടുള്ളതായിരിക്കുമല്ലോ എടുക്കുന്നത്, പിന്നെ നമ്മൾ വാഷ് ചെയ്തൊക്കെയല്ലേ എടുക്കുന്നത്. അപ്പൊ ചിലപ്പോൾ നമ്മളെ നെയിൽസിന്റെ ഇടയ്ക്കൊക്കെ അഴുക്ക് കയറാം. അപ്പൊ അതൊക്കെ നല്ല രീതിക്ക് ഹാൻഡ് വാഷ് ചെയ്തതിന് ശേഷം മാത്രം കുട്ടികളെ തൊടുക എല്ലാം ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ഇൻഫെക്ഷൻസ് ഒന്നും വരത്തില്ല. ദെൻ ഈറ്റിംഗ് ഹെൽത്തി ഫുഡ്, നല്ല ആഹാരം കഴിക്കുക. പിന്നെ എല്ലാ ദിവസവും ദൈവത്തെ പ്രാർത്ഥിക്കുക. താങ്ക് യു മിസ്. ഇത്രേ ഉള്ളൂ. നന്നായിട്ടുണ്ട് ട്ടോ. താങ്ക് യു മിസ്. ഓക്കെ, മിസ്സേ അടുത്തത് ഞാൻ കാണിക്കാം. മോൻ പറഞ്ഞു കേട്ടോ. ഞാൻ ചാർട്ടിലാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. ക്യാമറ ഓൺ ആക്കുന്നത്. ആ ചാർട്ടില് കാണുന്നുണ്ടോ? അവിടെ റേഞ്ച് കുറച്ച് കമ്മിയാണ്. കാണുന്നുണ്ടോന്ന് അറിയില്ല. കാണുന്നുണ്ട് ട്ടോ. Get up early in the morning. Keep the bed clean. പിക്ചർ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഇച്ചിരി അത് ക്ലിയർ അല്ലെങ്കിലും എഴുതിയിരിക്കുന്നൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. ബ്രഷ് യുവർ ടീത്ത് എ ഡേ. 2 നേരം ബ്രഷ് ചെയ്യുക. കീപ് യുവർ ക്ലീൻ ആൻഡ് കോംബ് യുവർ ഹെയർ കോംബ് ചെയ്ത് സൂക്ഷിക്കുക. കട്ട് യുവർ നെയിൽസ്. ബാത്ത് ഡെയിലി. വാഷ് യുവർ ഹാൻഡ് ടോട്ടലി ബിഫോർ ആൻഡ് ആഫ്റ്റർ ഈറ്റിംഗ്. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും കഴിക്കുന്നതിന് ശേഷവും കൈ കഴുകുക. ക്ലീൻ യുവർ മൗത്ത് ബിഫോർ ആൻഡ് ആഫ്റ്റർ മീൽസ്. ഭക്ഷണത്തിന് മുമ്പും ഭക്ഷണത്തിന് ശേഷവും വായി കഴുകുക. യൂസ് യുവർ വേസ്റ്റ് ബോക്സ് ഓർ ഫുഡ് ആൻഡ് വേസ്റ്റ് ആൻഡ് അതർ വേസ്റ്റ്. ഫുഡ് വേസ്റ്റും മറ്റുള്ള വേസ്റ്റും ഡസ്റ്റ്ബിന്നിൽ മാത്രം നിക്ഷേപിക്കുക എന്നുള്ളത്. എനിക്ക് ഇത്രയും പിക്ചേഴ്സ് കിട്ടിയുള്ളൂ, അതുകൊണ്ട് കൂടുതൽ കാര്യം ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ല. കുഴപ്പമില്ല, നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇഷ്ടായി. ഇനി ഞാൻ കാണിക്കാം മിസ്സേ. ആരാണ്? ശ്രുതിയാണ് തോന്നുന്നു അടുത്തോട്ട്. മാം ഞാനാണ്. ശ്രുതി, എടാ സന്ധ്യ മെസ്സേജ് അയച്ചിട്ടോ. ഓർഡറിൽ വിളിക്കാം കേട്ടോ. സന്ധ്യ. ഹലോ മാം, ഞാൻ ശ്രുതി. ഹലോ. ക്യാമറ ഞാൻ ചാർട്ടിലാണ് വരച്ചേക്കാണ്. ഓക്കെ ഓക്കെ. What does proper hygiene look like? First point, wash your hair every other day. Second, clean clothes every day. Then shower or bath every day. Then brush your teeth twice a day. Then good eating habits. Brush your hair and wash your hairbrush. Then hydrate too. Then sleep. Last, wash your hands. When you handle food, when you cough, sneeze or blow your nose, before eat, after the bathroom. നന്നായിരുന്നു കേട്ടോ. Okay, thank you, ma'am. Thank you, ma'am. ഇതൊക്കെ സൂക്ഷിച്ചു വെക്കണോട്ടോ നിങ്ങള് കേട്ടോ. നല്ല കെയറോട് കൂടി സൂക്ഷിച്ചു വെക്കണേ. അതാ മിസ്സേ, പിന്നെ ചാർട്ടിൽ വരയ്ക്കാതെ ബുക്കിൽ തന്നെ വരച്ചേ. അപ്പൊ നമ്മളിന്ന് മിസ്സായി പോകത്തില്ലല്ലോ.
ഫയലിൽ സൂക്ഷിച്ചു വെച്ചാലും മതി. ഞങ്ങളുടെ വലിയ ഫയലൊക്കെ ഉണ്ട്. ഫയലിൽ കുറെ നോട്ട്സുകൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ കെയർ ചെയ്യണം ഇതൊക്കെ. നിഷ 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 ഷിനി ഷിനി അൺമിറ്റഡാ കാണുന്നില്ല. ആ കാണാം. ഒന്ന് ക്യാമറ തിരിച്ച് കാണിക്കാൻ പറ്റുമോ? ക്യാമറ തിരി. ഓക്കെ ഓക്കെ. Brush teeth every morning and at night before going to sleep. Next, I bath every morning and wear clean clothes. Wash my hands with soap after using the toilet. I wash my hands and mouth before and after meals. Cut my nails regularly. Wash my hands after touching my pets. Touching pets. ഇത്ര പിക്ചേഴ്സ് കിട്ടുള്ളൂ. ഓക്കേടാ. ഇത് മോഡലിൽ ചെറിയ പീസായിട്ടല്ലേ, ഇതൊന്ന് സൂക്ഷിച്ചു വെക്കണം. ഒന്നില്ലെങ്കിൽ അസൈൻമെന്റ് ബുക്കിൽ തന്നെ അത് ഹെൽത്തി ഹാബിറ്റ്സ് അല്ല ഹൈജീനിക് ഹാബിറ്റ്സ് എഴുതിയിട്ട് ഒട്ടിച്ചു വെക്കണേ നല്ലതായിരിക്കും കേട്ടോ. മിസ്സാവില്ല കേട്ടോ. ആ നന്നായിട്ടുണ്ട് കേട്ടോ. ശരി. നിഷ റെഡിയാണോ? ആ റെഡിയാ മിസ്. ഞാൻ ഒന്ന് അപ്പുറം മാറിയതായിരുന്നു. ഓക്കെ. കാണാൻ പറ്റുന്നുണ്ടോ മിസ്സേ? ഇല്ല. എന്നെ തന്നെയാണല്ലോ കാണുന്നത്. ഇപ്പൊ കാണാം. എന്നെയല്ലേ കാണത്തുള്ളൂ? അതിന്റെ മുകളിലൊരു ഇതുണ്ടല്ലോ, റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും മുകളില്. എനിക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലാന്ന് തോന്നുന്നു. കിട്ടുന്നില്ലല്ലോ. എല്ലാത്തിലും ഉണ്ട്. നോക്ക്, ഒന്നുകൂടെ നോക്ക്. ഫ്രണ്ട് ക്യാമറ വെച്ച് കാണിത്. റൈറ്റ് സൈഡിൽ നോക്കിയാണ് മുകളില് ഇങ്ങനെ ഒരു സംഭവം, ഇതിങ്ങനെ ഒരു ആരോ ഇപ്പുറത്തോട്ടുള്ള ഏറ്റവും മുകളിൽ. ഇല്ലെങ്കിൽ ഫ്രണ്ട് ക്യാമറ കൂടെ തന്നെ കാണിക്കുമോ? അയ്യോ, മിസ് പറയുന്നത് കേൾക്കുന്നില്ല. എന്റെ ഫ്രണ്ട് ക്യാമറ വഴി കാണിച്ചോ? അപ്പൊ അധികം ടൈം ഇത് ചെയ്യണ്ടല്ലോ. നിഷ ഞെക്കി ഞാൻ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ആയി പോയി. മിസ് ഞാൻ ഇങ്ങനെ കാണിക്കാം, കാണാമോ? ഓക്കേടാ. എനിക്ക് അറിയാൻ പറ്റുന്നില്ല. അത് ഞാൻ ഞെക്കിട്ട് ഇങ്ങനെ കാണാവോ? ഓക്കെ. ചാറ്റിൽ പറയിട്ടുണ്ട്. വേറെ ആരും ഇല്ല അടുത്തൊന്നും. ഓക്കെ. ആ കാണാൻ പറ്റുന്നുണ്ടോ? ഫസ്റ്റ് ഐ ടേക്ക് എ ബാത്ത് എവരി ഡേ. എല്ലാ ദിവസവും കുളിക്കുക. 2 നേരം കുളിക്കുക. ഐ ബ്രഷ് മൈ ടീത്ത് ട്വൈസ് എ ഡേ. ദിവസവും രാവിലെയും വൈകിട്ടും, അതായത് ഭക്ഷണം കഴിക്കുന്നതിന് മുൻപും വൈകിട്ട് ഭക്ഷണം കഴിച്ചതിന് ശേഷവും ബ്രഷ് ചെയ്യുക. ഐ വാഷ് മൈ ഹാൻഡ്സ് ബിഫോർ ആൻഡ് ആഫ്റ്റർ മീൽസ്. ഭക്ഷണം കഴിക്കുന്നതിന് മുൻപും കഴിച്ചതിന് ശേഷവും കൈകൾ വൃത്തിയായി കഴുകുക. ഐ വാഷ് മൈ ഹാൻഡ്സ് ആഫ്റ്റർ യൂസിങ് ടോയ്ലറ്റ്. നമ്മൾ ടോയ്ലറ്റ് യൂസ് ചെയ്തതിന് ശേഷം കൈകൾ വൃത്തിയായി കഴുകണം. ഐ ഹാവ് ബ്രേക്ക്ഫാസ്റ്റ് എവറി ഡേ. ബ്രേക്ക്ഫാസ്റ്റ് അതുപോലെ കൃത്യസമയത്ത് തന്നെ നമ്മൾ കഴിക്കുക. ഐ കീപ് എവറിത്തിങ് നീറ്റ് ആൻഡ് ക്ലീൻ.
നമ്മൾ ഇരിക്കുന്ന പരിസരങ്ങളും നമ്മൾ റൂമായാലും വീടായാലും നമ്മൾ നീറ്റായും ക്ലീനായും സൂക്ഷിക്കണം. ഐ പുട്ട് ഗാർബേജ് ഇൻ ദ ഡസ്റ്റ്ബിൻ. വേസ്റ്റ് ബാസ്കറ്റിൽ തന്നെ ഡസ്റ്റ്ബിനിൽ തന്നെ നമ്മൾ വേസ്റ്റുകൾ ഇടുക. അതിലെല്ലാം വലിച്ചെറിയാതെ ഡസ്റ്റ്ബിനിൽ തന്നെ ഇടുക. ഐ ക്ലീൻ മൈ ഫേസ്, ഹാൻഡ്സ് ആൻഡ് ലെഗ്സ് ആഫ്റ്റർ പ്ലേയിങ്. നമ്മൾ പുറത്ത് പോയി വന്നതിന് ശേഷമോ കളിച്ചതിന് ശേഷമോ നമ്മുടെ ഫേസും ഹാൻഡ്സും കൈകാലുകളെല്ലാം വൃത്തിയായിട്ട് കഴുകണം. യൂസിങ് എ ഡസ്റ്റ്ബിൻ. അതുപോലെ തന്നെ തൂത്തുവാരി നമ്മൾ അവിടെ ഇവിടെ വലിച്ചെറിയാതെ ഡസ്റ്റ്ബിനിൽ തന്നെ ഇടുക. ഇത്തരം പിക്ചേഴ്സ് മിസ് എനിക്കും കിട്ടിയുള്ളൂ. ഓക്കേടാ, നന്നായിട്ടുണ്ട്. നെക്സ്റ്റ് ആരാണ്? ഷഹാദിയ. ഷഹാദിയ അറിയുണ്ടങ്ങനെ? ഒരു മിനിറ്റ് എവിടെ? കേൾക്കണില്ല? ഇപ്പൊ കേൾക്കാം. ഒരു മിനിറ്റ് കേട്ടോ, ക്യാമറ ഓൺ ആക്കട്ടെ. ഞാൻ ഇതുപോലെയാണ് ചെയ്തത്. ആടാ, രണ്ട് സൈഡിലുണ്ട്. ഗുഡ് ഹാബിറ്റ് ആണ്. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യോടാ. Wake up early in the morning. ഗുഡ് ഹാബിറ്റ് അങ്ങനെയാണ് ചെയ്തത്. കേൾക്കണില്ലേ മിസ്സിന്? സൗണ്ട് കുറവാന്ന് തോന്നണം. ഞാൻ എന്തെങ്കിലും സിസ്റ്റത്തിൽ ഓൺ ആക്കി കൂട്ടിയതാ. ഇനി പറഞ്ഞോടാ. Brush your teeth twice a day. Keep your room clean and neat. Eat fresh and healthy food. Wash your hands before and after meal. Do your homework on time. Do exercise daily. Take a bath every day. No waste eating. ഓക്കേടാ, കുഴപ്പമില്ലടാ, നല്ലായിരുന്നു. മിസ്സേ ഞാൻ പറയട്ടെ. ആരാണ്? ഹരിത. മറ്റേന്ന് നികിത. നികിത. ഫസ്റ്റ് പോയിന്റ്, ബ്രഷ് യുവർ ടീത്ത് ട്വൈസ് ഡേ. ആണോ മിസ്സേ? കാണാം പറഞ്ഞു. ടേക്ക് ബാത്ത് ഡെയിലി. പ്രയർ ഡെയിലി. കാണണ്ട മിസ്സേ? ഈറ്റ് ഹെൽത്തി ഫുഡ്. സ്റ്റഡി ഡെയിലി. ട്രിം യുവർ നെയിൽസ് റെഗുലർലി. വാഷ് യുവർ ഹാൻഡ്സ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഈച്ച് മീൽസ്. യൂസ് handkerchief while sneezing and coughing. Keep your surrounding clean. ഇത് വരച്ചാണോ? ഞാൻ വരച്ചതാ. അല്ല, നോക്കിക്കൊണ്ടിരിക്കുന്നത് വരച്ചാണോ? വരച്ചതാണ്. ഓക്കെ അല്ലേ? നല്ല ഭംഗിയുണ്ട്. നമ്മൾക്ക് വരയ്ക്കാൻ കഴിയുന്നുണ്ട്. സൂപ്പർ ആയിട്ടുണ്ട്. താങ്ക് യു. ഓക്കെ അല്ലേ? ആതിര. ഓക്കെ, താങ്ക് യു. Okay. Brush your teeth twice a day. Take a bath every day. Have a good sleep at night. Wear clean clothes. Do exercise daily. Eat healthy foods. Drink lots of water. Eat fruits. നല്ല രസമുണ്ട് പ്രസന്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. Okay, thank you. കാരണം കുട്ടികളെ അട്രാക്ട് ചെയ്യണ രീതിയിലാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്.
നമ്മൾ എന്ത് ചെയ്യുമ്പോഴും കുട്ടികളെ അട്രാക്ട് ചെയ്യണം, അവർക്കത് മനസ്സിലാവുന്നുള്ള രീതിയിൽ ചെയ്യുന്നത് നല്ലതായിരിക്കും. നഫ്സിയ യെസ് മിസ്. പ്രസന്റ് ചെയ്തോട്ടാ. ഞാൻ ഇതില് ഹാൻഡ് വാഷിങ്ങിന്റെ മാത്രമേ ചെയ്തിട്ടുള്ളൂ കേട്ടാ. കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടോ പക്ഷേ? കുറച്ച് ഓക്കെ ചാർട്ടാണ്. പേഴ്സണൽ ഹൈജീൻ, ഹാൻഡ് റേഞ്ചിന്റെ പ്രശ്നം തോന്നുന്നുണ്ട് കേട്ടോ. വാഷിംഗ്, മഴയൊക്കെ ആയോണ്ടായിരിക്കും റേഞ്ച് ഇല്ല. അവിടെയൊക്കെ മഴയുണ്ടോ? ഇവിടെ മഴയാ ഭയങ്കര, 2 ദിവസം കൊണ്ട് മഴയാ. നാട് എവിടെയാണ് സ്ഥലം? നമ്മള് തിരുവനന്തപുരം. ഞങ്ങൾക്കൊന്നും എത്തിയിട്ടില്ല. ഇവിടെ ഒന്നും മഴയില്ല കേട്ടോ, നല്ല ഇരുട്ട്. അതുകൊണ്ടായിരിക്കും അല്ലെ. ഇവിടെ ഫുള്ള് മൂടി കിടക്കുക. ഓക്കെ, ഒന്ന് പ്രസന്റ് ചെയ്യാൻ പറ്റൂടാ? ഞാൻ ബാക്ക് ക്യാമറ, ഫ്രണ്ട് ക്യാമറ ഓണാവില്ല. ബാക്ക് ക്യാമറ അല്ലേ? കേട്ടോ. ടീച്ചറെ, എന്റെ ഫോണേ കംപ്ലൈന്റ് ആയിരുന്നു. ഞാൻ 2 ആഴ്ച കൊണ്ട് ക്ലാസ്സിൽ കയറുന്നില്ലായിരുന്നേ. ഞാൻ അടുത്ത ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യാം കേട്ടോ. ഓക്കേടാ, ഒന്ന് പ്രിപ്പയർ ചെയ്ത് സൂക്ഷിച്ച്. ഞാൻ അടുത്ത ക്ലാസ്സിൽ ഓർമ്മയുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ചെയ്യിപ്പിക്കാം. ഓക്കെ ഓക്കെ ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ ഞാനേ ഇന്നലെ ഹോസ്പിറ്റലിൽ ആയതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അല്ലാ ഞാനൊക്കെ ക്ലിയർ ആക്കി പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ കണ്ടു കേട്ടോ. നഫ്സിയ, ഓക്കെ നഫ്സി. ഹാൻഡ് വാഷിംഗ്. ഫസ്റ്റ് സ്റ്റെപ്പ്, വെറ്റ് ഹാൻഡ്സ് ആൻഡ് അപ്ലൈ ദ സോപ്പ്. Rub palms together and clean them. Next, clean back of your hands and between the fingers. Rub the nails and the fingers, dip on the palm to clean them. Clean the fingers and wrist by rubbing them in a circular way using the other hands. Wash with a clean cloth. ഹാൻഡ് വാഷിന്റെ കാണാം, പക്ഷേ ക്യാമറ ബാക്ക് ക്യാമറ യൂസ് ചെയ്ത ക്വസ്റ്റ്യൻ നന്നായിരിക്കും. ഓപ്ഷൻ കാണുന്നില്ല. കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ പറഞ്ഞോട്ടോ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഹെൽത്ത് ആൻഡ് ഹൈജീനിക് എന്ന ടോപ്പിക്കാണ്. അതിൽ വരുന്ന പോയിന്റ്സ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ബ്രഷ് ഡെയിലി. ബ്രഷ് ഡെയിലി മീൻസ് ട്വൈസ്, മോർണിംഗ് ആൻഡ് ഈവനിങ്. നമ്മൾ 2 നേരം ബ്രഷ് അവർ ടീത്ത്. നെക്സ്റ്റ് വരുന്നത് വിയർ ക്ലീൻ ഡ്രസ്സസ്, ട്രിമ്മിങ് നെയിൽസ്, ഈറ്റ് ഹെൽത്തി ഫുഡ്,
exercise daily, bath daily, wash hands before and after food, comb hair. അങ്ങനെ 8 പോയിന്റ്സ് ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇത് കൂടാതെ വേറെ പോയിന്റ്സും ഉണ്ട്. ഒരു ചാർട്ടിലായിട്ടാണ് ഞാൻ ഇത് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. കുറച്ച് ക്ലാരിറ്റി പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു, കാണാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു. കുഴപ്പമൊന്നുമില്ലടാ. താങ്ക് യു മിസ്. നന്നായിരുന്നു കേട്ടോ. അഞ്ജു വേറെ ആരെങ്കിലും പ്രസന്റ് ചെയ്തിട്ടുണ്ടോ? എക്സ്ക്യൂസ് പറയാത്തവരാരെങ്കിലും ഉണ്ടോ? നിങ്ങളൊക്കെ മറന്നോ ഇതാണ്? ഹലോ മിസ്. ഹലോ ആ മിസ്. ഞാൻ പറഞ്ഞോടാ. സജിതയാണേ. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് പറഞ്ഞു. ഞാൻ പേഴ്സണൽ ഹൈജീൻ എന്ന ടോപ്പിക്കാണ് ചാർട്ടായിട്ട് വരച്ചിരിക്കുന്നത്. ഒരു മിനിറ്റ്. അഞ്ചു ഒരു മിനിറ്റ് കേട്ടോ. സജിത കഴിഞ്ഞിട്ട് പ്രസന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ മിസ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഗൂഗിൾ മീറ്റില്, അത് കാരണം. ഓക്കെ. ക്യാമറ ഒരു മിനിറ്റ്. കാണുന്നുണ്ടോ? മോനെ കാണാൻ പറ്റുന്നുണ്ട്. അതില് ബാക്ക് ക്യാമറ ഇങ്ങനെ പിടിച്ചിട്ട് കാണിക്കാം കേട്ടോ. ഒരു ഓക്കെ ഓക്കെ, അതല്ല മതി. കാണുണ്ടോ? ചാർട്ട് കാണുന്നുണ്ടോ? ചാർട്ട് കാണാം. പേഴ്സണൽ ഹൈജീനിക്, ബ്രഷ്, ബാത്ത്, വാഷ്. Wake up early in the morning, brush your teeth twice a day, take bath daily, wash your hands before and after eating food, trim your nails, comb your hair, go to bed on time. പിന്നെ എക്സസൈസ് ഡെയിലി. അപ്പം റണ്ണിങ്, പ്ലേയിങ്, ഡാൻസിങ്, പിന്നെ സ്വിമ്മിങ്, അതാണ് കിട്ടിയിരിക്കുന്ന പിക്ചേഴ്സ്. പിന്നെ ഈറ്റ് ഹെൽത്തി ഫുഡ്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, മിൽക്ക്, ഇവയൊക്കെ നമുക്ക് ഹെൽത്തി ഫുഡാണ്. പിന്നെ കീപ് യുവർ പ്ലേസ് നീറ്റ് ആൻഡ് ക്ലീൻ. പിന്നെ കുറച്ച് പിക്ചേഴ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. കണ്ടോ മിസ്? ശരി മിസ്. അത് ക്യാമറ എന്തോ ഇവിടെ ഒരു കുറച്ച് ഇത് ഡിസ്പ്ലേ പോയിരിക്കണ കാരണേ അവിടെ ഒരു പ്രോബ്ലം ഉണ്ട്. ശരി മിസ്. ഓക്കെ. അഞ്ചു പ്രസന്റ് ചെയ്തോട്ടാ. മിസ്സേ, ഞാൻ പറഞ്ഞതിന് കേൾക്കുന്നുണ്ടോ? കേൾക്കാം, പറഞ്ഞോ. പറയട്ടെ. സൗണ്ട് കുറവാന്ന് തോന്നുന്നുണ്ടോ? Brush your teeth twice a day, bath every day, wash your hands, trim your nails, be clean always, comb your hair daily, wear clean clothes, eat healthy food, drink lots of water. ഇത്രയുള്ളൂ മിസ്സേ. അതെ അതെ. നന്നായിട്ടുണ്ട് കേട്ടോ. മിസ്, എന്റെ മൈക്കിന് എന്തോ കംപ്ലൈന്റ് ഉണ്ട്. ഞാൻ അല്ലാതെ വീഡിയോ അല്ലാതെ പറയുമ്പോ ഒന്നും കേൾക്കുന്നില്ല, ഒന്നും പറയാൻ പറ്റുന്നില്ല. എന്തെങ്കിലും കംപ്ലൈന്റ് ആയിരിക്കും. കുഴപ്പമില്ല, പറഞ്ഞത് ഞങ്ങൾക്ക് കുറച്ച് ക്ലിയർ ആയിട്ട് കേട്ടു കേട്ടോ. ഓക്കെ, അഞ്ചു നന്നായിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, വേറെ ആരെങ്കിലും പ്രിപ്പയർ ചെയ്തവരുണ്ടോ? ഇല്ലെന്ന് തോന്നുന്നു മിസ്സേ. നമുക്ക് പഠിച്ചാലോ? അതായിരിക്കും നല്ലത്. കാരണം പഠിച്ചതാണ്. ഒരു എക്സ്ക്യൂസ് ആയിട്ട് ചിലപ്പോ മറന്നു പോയതായിരിക്കും കേട്ടോ, അല്ലെ? ഗ്രൂപ്പില് ഞാനും മറന്നുപോയതാട്ടോ. ഗ്രൂപ്പില് ഇന്നലെ പറഞ്ഞത് കേട്ടിട്ട് ഇന്നലെ രാത്രി ഇരുന്ന് വരച്ചതാ. മറന്നു പോവാൻ ചാൻസ് ഇല്ല മാം. എക്സ്ക്യൂസ് പറയേണ്ട കാരണമാണ് ചിലപ്പോ കുറെ പേര് മറന്നുപോയവരുണ്ടാവും. കാരണം ആഴ്ചയിൽ ഒരു ദിവസമല്ലേ എന്നെ കാണുള്ളൂ.
അപ്പൊ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ കാര്യം ചിലപ്പോൾ നെക്സ്റ്റ് വീക്ക് ആവുമ്പോഴേക്കും നമ്മൾ ഓട്ടോമാറ്റിക്കലി മനസ്സിലാണല്ലോ പറഞ്ഞു പോയിട്ടുണ്ടാവും. ഞാൻ അത് ഉദ്ദേശിച്ചുള്ളൂ കേട്ടാ. ചുമ്മാ തമാശക്ക് പറഞ്ഞാണ്. ചിലപ്പോൾ സീരിയസ് ആയിട്ടുള്ള കാര്യം. മിസ്സേ ഞാൻ മിസ്സേ നമുക്ക് നമുക്ക് ഗ്രൂപ്പ് ഉള്ളത് കൊണ്ടേ തലേ ദിവസം പറയും എല്ലാവരും നാളെ ഇന്ന വർക്ക് ഉണ്ട് എല്ലാവരും ചെയ്തിട്ട് വരണോന്നൊക്കെ പറയും. നല്ലതാണ് അതൊക്കെ. മിസ്സേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. മിസ്സിന് ഇന്ന് ക്ലാസ്സിൽ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോ എന്തെങ്കിലും പ്രത്യേകത തോന്നിയായിരുന്നോ? എന്താണ്? അല്ല സാധാരണ ക്ലാസ്സിൽ വരുന്നതിനേക്കാളും തുടക്കം എന്തെങ്കിലും പ്രത്യേകത തോന്നിയായിരുന്നോന്ന്? വർത്താനം പറഞ്ഞല്ലേ, ഞാൻ കേട്ടു. അതല്ല മിസ്സേ, ജിഷ മിസ് ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു, 2 ലീഡർമാര്. എന്നിട്ട് അവരുടെ ലീഡിങ് എല്ലാവരെയും കൂടുതൽ കുട്ടികൾ നേരത്തെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതല്ലേ? ഇല്ലെങ്കിൽ സാധാരണ തോട്ട്സ് ഓഫ് ദി ഡേ സൈനിങ് ഉണ്ടായിരുന്നില്ലല്ലോ. പ്രയർ വരെ നമ്മൾ നേരെ ക്ലാസ്സിലേക്ക് അല്ലായിരുന്നോ? ഞങ്ങളൊന്ന് കുറച്ചുകൂടെ ആക്റ്റീവ് ആയാൽ തോന്നണില്ല. പ്രയർ തോട്ട്സ് ഓഫ് ദി ഡേ സൈനിങ് ഒന്നുമില്ല മിസ്സിന്. കുറച്ച് ദിവസമായാലും ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു എല്ലാ ക്ലാസ്സിലും ടീച്ചർ ഈ കോമൺ ആയിട്ട് എല്ലാത്തിലും കയറണോണ്ടായിരിക്കും. എനിക്ക് എല്ലാ ക്ലാസ്സിലും അതേപോലെ തന്നെ റെസ്പോണ്ട് ആക്കും. കോമൺ ആയിട്ട് വേറെ തോന്നിയില്ല, നിങ്ങൾ മാത്രമായിട്ട് ഡിഫറൻസ് ഒന്നും തോന്നിയില്ല. എല്ലാ ക്ലാസ്സിലും അങ്ങനെ തന്നെയാണ്. പ്രേയർ സോങ് അതായത് തോട്ട് ഓഫ് ദി ഡേ പറയാറുണ്ട്, സൈനിങ് ഓഫും സൈനിനും പറയാറുണ്ട്. പിന്നെ നേരത്തെ വന്നു തോന്നുന്നുണ്ട് കേട്ടോ എല്ലാവരും. എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ 1:30 കഴിയുമ്പോഴേക്കൊക്കെ ഒരു 10 മിനിറ്റ് ഒക്കെ കണ്ടല്ലോ എല്ലാവരും ജോയിൻ ചെയ്യണത്. പങ്ക്ച്വാലിറ്റി തുടങ്ങി. അത് നമ്മുടെ ലീഡേഴ്സ് പറഞ്ഞിട്ടാ നമ്മൾ ഇങ്ങനെ വരുന്നത് കേട്ടോ. ലീഡേഴ്സ് ആരൊക്കെയാണ് ഇവിടെ? ഒരാള് ഞാനാണ്. ആൽബി. സാധാരണ ഞങ്ങൾ നേരത്തെ വന്നു, പെട്ടെന്ന് പ്രയർ ഒന്നിനു പുറകെ ഒരു ഗ്യാപ്പിലാണ് ഞങ്ങൾ തുടങ്ങിയില്ലേ. മിസ്സിന് ചോദിക്കാനുള്ള അവസരം ഞങ്ങൾ തന്നില്ല. തോട്ട്സ് ഓഫ് ദി ഡേ ആരാ, സൈനിൻ ആരാ, പ്രയർ ആരാന്നൊക്കെ. മുതൽ ഇവിടുന്ന് അങ്ങോട്ട് ഓരോരുത്തരും സംസാരിക്കുമ്പോ അവർക്ക് സ്പേസ് കൊടുക്കണം. ഓക്കെ, അപ്പൊ നല്ല കുട്ടികളായത് നന്നായി. ഓക്കെ, നമുക്ക് ഹെൽത്തി ഹാബിറ്റ്സിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് എനിക്ക് തോന്നുന്നു കുറച്ച് വലിയ പോർഷൻ ആയതുകൊണ്ട് നിങ്ങളൊന്ന് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് നോക്കുമോ? ഞാൻ കുറച്ച് കോമൺ ക്വസ്റ്റ്യൻസ് തന്നെയില്ല ഈ ചാപ്റ്ററിൽ നിന്ന്. കാരണം ഒന്ന് കോമൺ മോക്ക് ടെസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്ക്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കും കേട്ടോ. ഇന്നിടൂട്ടാ. എന്നിട്ട് നമുക്ക് നോക്കാം. ഇനി നമ്മൾ എടുക്കാൻ പോണ ചാപ്റ്റർ ഫുഡ്, ന്യൂട്രീഷൻസ് ആൻഡ് ബാലൻസ് ഡയറ്റ്. കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഇത് ഡിസ്കസ് ചെയ്യുള്ളൂ കേട്ടോ. കോമൺ ആയിട്ട് നമ്മൾ ഫുഡ്, ന്യൂട്രീഷൻസ്, ബാലൻസ് ഡയറ്റിൽ വരുന്ന കുറച്ച് കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്ന് ഡിസ്കസ് ചെയ്യാണ്. ഫുഡിനെ കുറിച്ച് ഓരോരുത്തർ പറഞ്ഞു, ഏതാണ് ഹെൽത്തി ഫുഡ്, ഏതാണ് ബാഡ്. ഇതൊക്കെ എല്ലാവർക്കും ഏകദേശം കുറച്ച് ക്ലാസ് ഒക്കെ പോയി കഴിഞ്ഞപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്താണ് കുട്ടികൾക്ക് കൊടുക്കേണ്ട ഫുഡ്, എന്താണ് ഹെൽത്തി ഫുഡ് കൊടുക്കേണ്ടത്. ഇപ്പൊ നമ്മള് സാധനങ്ങൾ ഇപ്പൊ ലേസ് ഒക്കെ വാങ്ങിച്ചു കൊടുക്കാറുണ്ടോ? അല്ലെങ്കിൽ പ്രോസസ്ഡ് ഫുഡോ അല്ലെങ്കിൽ എന്താ പറയാ കൊടുക്കാറില്ലല്ലോ. നമ്മൾ തന്നെ ശരിയാക്കിയില്ലേ? കാരണം അതൊന്നും നമ്മുടെ മക്കൾക്ക് നല്ലതല്ല. നമ്മുടെ മക്കൾക്ക് നല്ലതല്ലാത്ത അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് നല്ലതല്ലാത്ത നമ്മൾ വാങ്ങിച്ചു കൊടുക്കരുത്. കാരണം അവര് ഹെൽത്തി ആയിട്ട് ഇരിക്കാന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ എന്ന് വെച്ചാൽ അസറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്വത്ത് എന്ന് വെച്ചാൽ നമ്മുടെ മക്കളാണ്, അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിക്കുന്ന കുട്ടികളാണ്. അവരെ എന്ത് ചെയ്യാ, ഹെൽത്തി ആയിട്ട് ഇരിക്കുക. നമ്മളുടെ എന്താ പറയാ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ പുണ്യം അതാണെന്ന് പറയാം. അവർക്ക് വയ്യാണ്ടായി കഴിഞ്ഞാൽ നമ്മളെ മൊത്തം എന്താ പറയാ ഡിസ്റ്റർബ് ആയി പോകും, നമ്മള് മൊത്തം എന്താ ഓഫ് ആയി പോകും. കുട്ടികൾക്ക് വയ്യാണ്ടൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് അവർക്ക് മാക്സിമം നല്ല ഫുഡും നല്ല ന്യൂട്രീഷ്യൻസ് ആയിട്ടുള്ള ഫുഡും കൊടുക്കണം. എല്ലാ ഫുഡും കൊടുക്കുകയും വേണം, എന്നാൽ ന്യൂട്രീഷ്യൻസ് ആയിട്ടുള്ള ഫുഡുകൾ സെലക്ട് ചെയ്ത് കൊടുക്കാം കുട്ടികളുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിൽ. അപ്പൊ എന്തൊക്കെ ഫുഡുകളാണ് കൊടുക്കാറ് കുട്ടികൾക്ക്? ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, മിൽക്ക്, നട്ട്സ്. സ്നാക്സിന് പകരം നട്ട്സ് കൊടുക്കാം. പിന്നെ ശരിക്ക് വെള്ളം കുടിക്കാൻ പറയാം. സോഫ്റ്റ് ഡ്രിങ്ക്സിന് പകരം ജ്യൂസ് അടിച്ചു കൊടുക്കാം. രാവിലെ കഴിവതും ബ്രേക്ക്ഫാസ്റ്റിനെ ആവിയിൽ പുഴുങ്ങിയ ആഹാരം കൊടുക്കുന്നത് നന്നായിരിക്കും കുഞ്ഞുങ്ങൾക്ക്. ആണോ? ഓക്കെ, ഇഡ്ഡലി പോലത്തെ അല്ലെ? ഇഡ്ഡലി. പിന്നെ മുട്ട കൊടുക്കാം, എക്സസൈസ് ചെയ്യിപ്പിക്കാം.
ഫോണിന്റെ ഉപയോഗം കുറയ്ക്കാം. അതൊക്കെ ഹാബിറ്റ്സ് നമ്മൾ വിട്ടു. ഫുഡിന്റെ കാര്യം മാത്രം പറഞ്ഞാൽ മതി. സാറി ഫ്രൈഡ് ഫുഡ്സ് ഒഴിവാക്കി മാക്സിമം ആവിയിൽ പുഴുങ്ങിയ ഫുഡ് യൂസ്. ഓക്കെ. ഓയിൽ ഫുഡ്സ് കുറയ്ക്കാം. പിന്നെ കുറച്ച് നെയ്യൊക്കെ ഉപയോഗിച്ച് ഹെൽത്തി ആയിട്ട് കൊടുക്കാം. ഇലവർഗ്ഗങ്ങള് ഫുഡിൽ ഉൾപ്പെടുത്താൻ. ചീര, മുരിങ്ങയില, അതേപോലെ ഇലവർഗ്ഗങ്ങൾ ഉപയോഗിക്കാം. നാരുകൾ അടങ്ങിയ കൊടുക്കാം. എന്താണ്? നാരുകൾ അടങ്ങിയത്. നാരുകൾ അടങ്ങിയ ഫുഡ് കൊടുക്കാം. ഫൈബർ കൂടുതലുള്ളത് കൊടുക്കാം. നട്സുകളൊക്കെ കൊടുക്കാം മിസ്. നല്ല നല്ല നട്സുകള്. നട്സ് കൊടുക്കാം. പ്രോട്ടീൻ അടങ്ങിയ ഫുഡ് കൂടുതൽ കൊടുക്കാം. ഓക്കെ. നിങ്ങൾക്ക് ഏകദേശം അറിയാം പ്രോട്ടീൻ, വൈറ്റമിൻസ്, വിറ്റാമിൻസ് ഒക്കെ അടങ്ങിയ ഫുഡ് ഐറ്റംസ് കൊടുക്കാം. നമ്മൾ ഫോളോ ചെയ്യുന്ന ഡയറ്റ് നമുക്ക് ഹെൽത്തി ആണോ അൺഹെൽത്തി ആണോ? അതിനെ കുറിച്ചൊരു ക്വസ്റ്റ്യൻ. നമ്മൾ ഫോളോ ചെയ്യുന്നത് ഹെൽത്തി ആണ് മിസ്. ഇല്ല, നമ്മളിപ്പോ ഡയറ്റ് ഒക്കെ തുടങ്ങി കഴിയുമ്പോൾ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഈ വീട്ടിലുള്ള സാധനങ്ങളും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക. രാവിലെ ഇപ്പം മുട്ട ഉൾപ്പെടുത്താം, അല്ലെങ്കിൽ ഇച്ചിരി കടല, ഉച്ചയ്ക്ക് കഴിക്കുമ്പോൾ ചീര, പയറ് വർഗ്ഗങ്ങള് അങ്ങനെ ഉൾപ്പെടുത്താം. രാത്രി നമുക്ക് ലൈറ്റ് ആയിട്ട് നമ്മൾ ഷുഗർ മറ്റേ ഷുഗർ ഇതുണ്ടല്ലേ രാവിലെ നിങ്ങൾ എന്ത് ഫുഡാ കഴിക്കാറ് സാധാരണയായിട്ട്? ചില ദിവസം ഷേക്ക് കുടിക്കും. ഈ ഇതുണ്ട് നട്ട്സ് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ, പിന്നെ റാഗിയും കൂടെ മിക്സ് ചെയ്ത് പഴവും കൂടെ ഇട്ടിട്ട് ഷേക്ക് കുടിക്കും. അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും കൂടെ ചേർന്ന് കഴിക്കും. ഞങ്ങളവിടെ ദോശ, അപ്പം, ഇഡ്ഡലി, പുട്ട്. നമ്മള് അധികം കേരളീയരും അരിഭക്ഷണത്തെ ആശ്രയിച്ച് ജീവിക്കുന്നത്. കൂടുതലായിട്ട് മലയാളികൾ, നമ്മളെ പോലത്തെ സാധാരണ മലയാളികളൊക്കെ എന്താണ് കൂടുതലായിട്ട് അരിഭക്ഷണമാണ് കഴിക്കുന്നത് അല്ലെ? നമ്മുടെ പൂർവികരും അതാണ് കഴിച്ചിരുന്നത്. രാവിലെ അരി കൊണ്ടുള്ള പുട്ട്, അല്ലെങ്കിൽ ദോശ, പുട്ട്, അപ്പം, അതേപോലെ ഇഡ്ഡലിയിലൊക്കെ ആണെങ്കിൽ തന്നെ അരി കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ കൂടുതലായിട്ടും അങ്ങനെ ആ ടൈപ്പ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് നമ്മൾ ഫോളോ ചെയ്തിരുന്നത്. സാധാരണ മലയാളികളുടെ കാര്യം പറയണേണ്ടാവും. പിന്നെ ഉച്ചയ്ക്ക് എന്ന് പറയുമ്പോൾ സാധാരണയായിട്ട് എന്താണ് നല്ല കുത്തരി ചോറും സാമ്പാറൊക്കെ കൂട്ടി നന്നായിട്ട് ഫുഡ് കഴിക്കും. രാത്രിയും ഇതേപോലെ തന്നെ സാധാരണ ആൾക്കാരൊക്കെ എന്താ കഴിച്ചിരുന്നത്? ചോറാണ്, എന്നുവെച്ചാൽ അരിഭക്ഷണമാണ് കഴിക്കുന്നത്. പണ്ടത്തെ ആൾക്കാർ ഫോളോ ചെയ്തിരുന്ന ഡയറ്റാണ് ഞാനീ പറഞ്ഞത്. പണ്ടത്തെ ആൾക്കാരൊക്കെ എങ്ങനെയായിരുന്നു ജോലി ചെയ്തിരുന്നത്? നല്ല പാടത്തും പറമ്പത്തൊക്കെ പോയി നന്നായിട്ട് അധ്വാനിച്ച് നല്ല അധ്വാനത്തോട് കൂടി വന്നിട്ടാണ് അവർ ഈ പറഞ്ഞ ഫുഡ് ഐറ്റംസ് കഴിച്ചിരുന്നത്. അന്ന് അവർക്ക് ഇത്രയും എമൗണ്ട് ഓഫ് കാലോറീസും കാർബോഹൈഡ്രേറ്റും അന്ന് അവർക്ക് അധ്വാനം ചെയ്യാനായിട്ട് അവർക്ക് എനർജിക്ക് വേണ്ടിയിട്ട് വേണമായിരുന്നു. ഇന്നത്തെ ആൾക്കാർ ആരെങ്കിലും പോയി പാടത്തും പറമ്പത്തും ജോലി ചെയ്യുന്നുണ്ടോ? അധ്വാനിക്കുന്ന ജോലികൾ ചെയ്യുന്നുണ്ടോ? പാടം എന്താണ് ഇപ്പോൾ മക്കൾക്ക് അറിയത്ത് പോലും. എന്താണ് പാടം എന്ന് പറഞ്ഞാൽ നമ്മൾ പാടം കാണിച്ച് പറഞ്ഞു കൊടുക്കേണ്ടി വരും. അവർക്ക് അറിയ പോലും ഇല്ല. പാടം കാണിച്ചു കൊടുക്കേണ്ടി വരും, ഫോട്ടോ കാണിച്ചു കൊടുക്കേണ്ടി വരും. പിന്നെ അവിടെ പോയി പാടം. ഓക്കെ. അപ്പൊ നമ്മള് ഫോളോ ചെയ്തിരുന്ന ഫുഡ് ഹാബിറ്റ്സ് അല്ലെങ്കിൽ നമ്മുടെ ഡയറ്റ് ബാലൻസ്ഡ് അല്ല, അല്ലെങ്കിൽ സാധാരണ മലയാളികൾ ഫോളോ ചെയ്യുന്ന ഡയറ്റ് എന്തല്ല? ബാലൻസ്ഡ് ഡയറ്റ് അല്ല. നമ്മള് ഫോളോ ചെയ്യുന്ന എങ്ങനത്തെ ഡയറ്റ് ആയിരിക്കണം? മോർണിംഗ് ആണെങ്കിൽ സാധാരണ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാം. നമ്മൾ അറ്റവൈറ്റ് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് മെറ്റബോളിസം ആക്ടിവിറ്റീസ് ഒക്കെ നല്ല രീതിയിൽ എന്ത് ചെയ്യാനായിട്ട് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ വായിച്ചിട്ടുണ്ട്. ദെൻ നമ്മൾ എന്ത് ചെയ്യാം? ബ്രേക്ക്ഫാസ്റ്റ് ഒരു 7 o'clock ആകുമ്പോഴേക്കും കഴിക്കാം. 7 o'clock 8-നുള്ളിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യാം. അത് മാക്സിമം അരി ഭക്ഷണങ്ങൾ ഒഴിവാക്കാം. ഇപ്പൊ ഗോതമ്പിന്റെ ചപ്പാത്തി ഒക്കെ എന്ന് പറഞ്ഞാൽ പോലും അത് 1-2 ഗോതമ്പിന്റെ ചപ്പാത്തി. ഈ റാഗിയുടെ ഒക്കെ പുട്ടൊക്കെ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഗോതമ്പിന്റെ പുട്ട്, റാഗിയുടെ പുട്ട്, അല്ലെങ്കിലും ദോശയൊക്കെ അരയ്ക്കുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഉഴുന്ന് എന്ത് ചെയ്യാ ഇട്ട് ദോശയൊക്കെ അരച്ച് ദോശ പ്രിപ്പയർ ചെയ്ത് കൊടുക്കാൻ നോക്കാം. അങ്ങനെ അരിഭക്ഷണങ്ങൾ പൂർണ്ണമായിട്ട് രാവിലത്തെ നമ്മുടെ ആ ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ള ആ ഒരു രീതിയിൽ എന്ത് ചെയ്യാം? ഒഴിവാക്കാൻ നോക്കാം. ഇനി ഉച്ചയ്ക്ക് അല്ലെങ്കിൽ ഉച്ചയ്ക്ക് മുമ്പായിട്ട് സാധാരണ എന്ത് വേണമെങ്കിൽ ഇത് കഴിയുമ്പോൾ സാലഡ്സ് യൂസ് ചെയ്യാം. ഞാൻ ഈ പറഞ്ഞ ബ്രേക്ക്ഫാസ്റ്റിന് പകരം എന്ത് യൂസ് ചെയ്യാം? സാലഡ് യൂസ് ചെയ്തോടെ. സാലഡ്സ് പല ടൈപ്സ് ഓഫ് സാലഡ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നിങ്ങൾ ഒന്ന് ഫോളോ ചെയ്ത് നോക്ക്. കാരണം ഈ സാലഡ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഡയറ്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നമ്മുടെ സ്കിന്നിനൊക്കെ നല്ലതാണ്. കാരണം അത്യാവശ്യം നമുക്ക് സ്കിന്നിലൊക്കെ റാഗി ഒക്കെ ഭയങ്കരമായിട്ട് വെയിറ്റ് ലോസ് ഒക്കെ ഉണ്ടാവുന്ന സാധനമാണ്. റാഗി കഴിക്കുന്നത് നല്ലയാ.
ഓക്കെ. അപ്പൊ അങ്ങനെ നമ്മള് നമുക്കത് ബെനിഫിറ്റ് ആവും. അപ്പൊ സാലഡ്സോ രാവിലെ ഞാൻ പറഞ്ഞ ഒരു പലഹാരത്തിന് പകരമായിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് പകരമായിട്ട് നിങ്ങൾ സാലഡ്സ് അതിന് പകരം റീപ്ലേസ് ചെയ്യാം. ഉച്ചയ്ക്ക് വേണമെങ്കിൽ ചോറ് എന്ന് പറയുമ്പോൾ അളവ് കുറവായിരിക്കണം. കഴിക്കാനല്ല, ഒരു കയ്യിൽ ചോറ്, പിന്നെ ഒരു ചപ്പാത്തി വേണമെങ്കിൽ ചപ്പാത്തി വെക്കാം. പിന്നെ അത്യാവശ്യം കറികള്, അതേപോലെ കറികളിൽ പച്ചക്കറി അടങ്ങിയിരിക്കുന്ന കറികളാവാം. നന്നായിട്ട് പച്ചക്കറിക്കുള്ള കറികൾ കഴിക്കുന്നത് നല്ലതായിരിക്കും. അതേപോലെ വേറെ തോരനുകൾ, അതേപോലെ പയറ് അല്ലെങ്കിൽ മുരിങ്ങയിലേക്ക് വെച്ച് തോരൻ ഉണ്ടാക്കും. പിന്നെ ചെറുപയർ മുളപ്പിച്ചത് വെച്ചിട്ട് തോരനാക്കും. ചെറുപയറിന്റെ എല്ലാം മുളപ്പിച്ച് അത് കട്ട് ചെയ്തിട്ട് അത് വെച്ച് തോരൻ ഉണ്ടാക്കും. അപ്പൊ അങ്ങനെയൊക്കെ ഫുഡുകൾ നമ്മൾ എന്ത് ചെയ്യുക, ഉച്ചയ്ക്ക് ലഞ്ചിന് അത് പ്ലേസ് ചെയ്യാം. ഇനി ഈ ഡയറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്, ഒരു 7 മണി 8 മണി ആകുമ്പോഴേക്കും എന്ത് ചെയ്യാം, ഡിന്നർ കംപ്ലീറ്റ് ചെയ്യണം. കേട്ടോ, ടൈം എത്രയാണ്? 7 മണി 8 മണി ആകുമ്പോഴേക്കും ഡിന്നർ കംപ്ലീറ്റ് ചെയ്യണം. നമ്മൾ സാധാരണ ഡിന്നർ ഒക്കെ കഴിക്കുന്ന ടൈം എപ്പോഴാണ്? സാധാരണ അമ്മമാരും പിള്ളേരൊക്കെ 8:30 9 ഞാൻ നേരത്തെ ഞാൻ 7:09. ആണോ? അതൊക്കെ ഭാഗ്യമാണ്. കാരണം ഞാൻ പറയുന്നെങ്കിലും ഞങ്ങൾ മുമ്പ് ഫോളോ ചെയ്തിരുന്നത് 10 മണിയൊക്കെ ആകുമ്പോഴാണ് ലഞ്ചൊക്കെ കഴിച്ചിരുന്നത്. മുമ്പ് ഭയങ്കര 10 o'clock ഒക്കെ ആവും. നമ്മളും പണ്ട് അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പിന്നെ ഈ കൊളസ്ട്രോൾ, അമ്മയ്ക്ക് ഇപ്പൊ പ്രഷറും കൊളസ്ട്രോളും ഒക്കെ വന്നപ്പം ഡയറ്റ് ഒക്കെ വന്നപ്പോഴത്തേക്ക് കുറച്ചുകൂടെ നേരത്തേക്ക് ഒരു 8-9 മണിക്കകത്ത് കഴിക്കാൻ നോക്കും. ഓക്കെ. അപ്പൊ 7 to 8 o'clock നമ്മൾ എന്ത് ചെയ്യാ, ഫുഡൊക്കെ കഴിക്കാം. ഞാൻ 10 o'clock ഒക്കെ ഇരുന്ന് കഴിച്ചിരുന്നത് മുമ്പ്. പക്ഷെ ഇപ്പൊ കറക്റ്റ് ഫോളോ ചെയ്യുന്നുണ്ട്. കാരണം ഹസ്ബൻഡിന് ഷുഗർ വന്ന് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഷുഗർ ഉണ്ട് ആൾക്ക്. കുറച്ച് നാളായിട്ട് നമ്മൾ ഡയറ്റ് ഫോളോ ചെയ്തു. മെഡിസിൻ ഒരു 6 months ഫോളോ ചെയ്തു. അത് പിന്നെ ഡോക്ടറിനെ പറഞ്ഞു നിങ്ങൾ ഡയറ്റ് ചെയ്താൽ മതി, മെഡിസിൻസിന് കണ്ടിന്യൂ ചെയ്യണമെന്ന് പറഞ്ഞപ്പോ ഞാൻ എന്ത് ചെയ്തു, ഡയറ്റ് ആണ് ഇപ്പൊ മെയിൻ ആയിട്ട് ഫോളോ ചെയ്യുന്നത്. അപ്പൊ അത് ഫോളോ ചെയ്യുന്നത് 8 o'clock ഒക്കെ ആകുമ്പോഴേക്കും ഡിന്നർ. മധുരക്കിഴങ്ങ് കഴിക്കണം നല്ല കേട്ടോ, മധുരക്കിഴങ്ങ് കഴിക്കണം നല്ലതാ. എല്ലാരും പറയും കഴിച്ചുകൂടാന്ന്, പക്ഷെ നല്ലതാണ്. ഫൈബറും ആ ഷുഗർ നമ്മളെ ശരീരത്തിന് കേടില്ല. ആണോ? മധുരക്കിഴങ്ങ് അറിയില്ലേ? അതെനിക്ക് അറിഞ്ഞൂടാ. കിഴങ്ങ് വർഗ്ഗങ്ങൾ കഴിക്കാൻ പാടില്ല എന്ന് ഞാൻ കേട്ടിട്ടുള്ളത്. ഡോക്ടറിനോട് ചോദിച്ചു നോക്കട്ടെ. സ്വീറ്റ് പൊട്ടറ്റോ അത് ഭയങ്കര നല്ലതാണ്, ഫൈബർ കണ്ടന്റ് ആണ്, നല്ലതാ. രാത്രി ടൈമിനെ ചെറുപയറ് വെള്ളത്തിലിട്ടിട്ട് ദോശ ചുട്ട് കറി കറി ചെറുപയർ അരച്ച്, ഇപ്പൊ ഉഴുന്നിന് പകരം ചെറുപയർ അരച്ച് ദോശ പോലെ ചുട്ട് അങ്ങനെയൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. കാരണം ആൾക്കിപ്പോ നോർമലാണ്, ഷുഗർ ഇപ്പൊ കൺട്രോൾ ആണ്. ഷുഗർ ഒന്നും ഇപ്പൊ നോർമൽ പയറ് നിറയും ചെയ്യും, പയറ് നല്ല നിറയും ചെയ്യും. നല്ല ദോശ സൂപ്പറാ. ഓക്കെ. അപ്പൊ നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് ആണ്. കുടിച്ചാൽ മതി. ഓക്കെ, അത് ഞാൻ കേട്ടിട്ടുണ്ട്. പേരയില് ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ മതി, ഷുഗർ നോർമൽ ആവും. ഞാൻ വീട്ടിൽ സ്ഥിരമായിട്ട് പേരയിട്ട വെള്ളം തിളപ്പിക്കുന്നത്. പിന്നെന്താ, വെണ്ടയ്ക്ക വെള്ളത്തിലിട്ടിട്ട് രാവിലെ വെറും വയറ്റി കുടിച്ചാലും നല്ലതാണെന്ന് പറയും. അപ്പൊ അതൊരു ജെല്ലി ആയിട്ടുള്ളത് അതും ചെയ്തിട്ടുണ്ട്. ചെയ്യാത്തായിട്ട് ഞാൻ ഒന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട്. ഒരുപാട് രീതിയിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞങ്ങൾ നോക്കിയിട്ടുണ്ട്. പിന്നെ ഫോളോ ചെയ്തത് പ്രോപ്പർ ആയിട്ട് ഡയറ്റും എക്സസൈസും ഫോളോ ചെയ്തു. ഈ ഫുഡ് കഴിക്കുന്ന ടൈം ചേഞ്ച് ചെയ്തു. മുമ്പ് 10 മണിയൊക്കെ ആകുമ്പോഴായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അത് മാറ്റിയിട്ട് ഇപ്പൊ 7-8 o'clock ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. അതേപോലെ രാത്രി ഫുഡ് കഴിക്കുന്നത് 8 o'clock ഫുഡ് കഴിക്കും. അപ്പൊ അത് ഫോളോ ചെയ്തപ്പോ നമുക്ക് എന്താണ് മെറ്റബോളിസം മാനിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്, മെറ്റബോളിസത്തിന് വേണ്ടിയിട്ട് കുറച്ച് ടൈം വേണം. നമ്മുടെ ബോഡിയിൽ നമ്മളിപ്പോ ഈ ഫുഡ് കഴിച്ചതൊക്കെ എന്ത് ഡൈജസ്റ്റ് ആയി നമ്മൾക്ക് ആവശ്യത്തിനുള്ള എനർജി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു കുറച്ച് ടൈം വേണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ടൈമിൽ നമ്മൾ ഫുഡ് കഴിക്കണം. ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഫുഡ് കഴിക്കുന്നത് അല്ലെങ്കിൽ രാത്രി ഇത്രയും സമയത്തിനുള്ളിൽ ഫുഡ് കഴിക്കണം എന്നൊക്കെ പറയണത്. ബ്രേക്ക്ഫാസ്റ്റ് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ബ്രേക്ക്ഫാസ്റ്റിന്റെ ഇതിനെ കുറിച്ച്, നല്ലതിനെ കുറിച്ച്? ഒരു ദിവസം മുഴുവൻ നമുക്ക് പ്രവൃത്തി ചെയ്യാനുള്ള ഊർജ്ജം ലഭിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിൽ നിന്നാണ് പഠിച്ചിട്ടുണ്ട് ടീച്ചറെ. ശരിയാണ്. കാരണം എന്താണ്, ബ്രേക്ക് ദ ഫാസ്റ്റ് ആണ്. ഫാസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്, ഭക്ഷണമൊന്നും കഴിക്കാതിരിക്കുന്നതിന് നമ്മൾ നോയമ്പെടുക്കും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് പറയണത്, ഫാസ്റ്റ് ആണെന്ന് പറയും, ഫാസ്റ്റിംഗിലാണെന്നൊക്കെ പറയും. അപ്പൊ ബ്രേക്ക് ദ ഫാസ്റ്റ് ആണ്. നമ്മൾ ഇത്രയും നേരം ഭക്ഷണം കഴിക്കാണ്ട് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലെങ്കിൽ നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള എനർജി അവിടെ നിന്ന് കിട്ടില്ല. നമ്മൾ എന്ത് ചെയ്യണം,
രാവിലെ മോർണിംഗ് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. പ്രോപ്പർ ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ്. നമ്മൾ എല്ലാവരും ഭയങ്കര ബിസിയാണ്, കുട്ടികളൊക്കെ വീട്ടിൽ ക്ലാസ്സിലൊക്കെ വിടണം. അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നില്ല, അല്ലെങ്കിൽ ആ സമയം കഴിഞ്ഞ് വൈകിയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, അങ്ങനെ ഒന്നും പറയാൻ പാടില്ല. നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ജോലിക്കൊക്കെ പോയി തുടങ്ങുമ്പോൾ നിങ്ങൾ എന്ത് വിചാരിക്കും, നിങ്ങൾ എന്താ വിചാരിക്കാന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് അല്ല അതൊക്കെ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അതുവഴി ഒരുപാട് സൈഡ് എഫക്ട്സുകൾ വരുന്നുണ്ട്. സോ ഒരു കാരണവശാലും ബ്രേക്ക്ഫാസ്റ്റ് എന്ത് ചെയ്യരുത്, മുടങ്ങരുത്. ബ്രേക്ക്ഫാസ്റ്റ് എന്തും ആവട്ടെ, ഇപ്പൊ ഒരു ആപ്പിൾ കഴിച്ചാൽ മതിയാ, ഓക്കെ ആപ്പിൾ മതി. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്താ വെച്ചാൽ ഒരു ആപ്പിളും ഒരു ഗ്ലാസ് പാല് വേണം, അത് മതി. നമ്മുടെ ഫാസ്റ്റ് എന്ത് ചെയ്യണം, ബ്രേക്ക് ചെയ്തിരിക്കണം. അല്ലാതെ അതും കൂടി കൂട്ടി ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സൈഡ് എഫക്ട്സുകൾ അതുമായിട്ട് വരും. നമുക്ക് നോക്കാം. Food, nutrition and balanced diet. The growing child required healthy food for their proper development. കുട്ടികൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവർക്ക് അവരുടെ പ്രോപ്പർ ആയിട്ടുള്ള ഡെവലപ്മെന്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് എന്ത് വേണം, ഹെൽത്തി ഫുഡ് ആവശ്യമായിട്ട് വരും. Preschool school children need to get lot of nutrition and energy from their food as they are growing and developing speedy as well as small stomach. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, കുട്ടികൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് പെട്ടെന്ന് വലുതായിക്കൊണ്ടിരിക്കുകയാണ്, വളർന്നുകൊണ്ടിരിക്കുകയാണ്, അല്ല ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഡെവലപ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഡെവലപ്മെന്റ് വെച്ചാൽ ഭയങ്കര സ്പീഡിയാണ്. സോ അവർക്ക് എന്ത് വേണം, ഇതിനാവശ്യമുള്ള ന്യൂട്രീഷ്യൻസ് ആയിട്ടുള്ള എനർജി ഗീവിംഗ് ആയിട്ടുള്ള ഫുഡ് വേണം കൊടുക്കണം. അവരുടെ വയറെന്ന് പറയുന്നത് അല്ലെങ്കിൽ അവരുടെ സ്റ്റൊമക്ക് എന്ന് പറയുന്നത് ചെറുതാണ്, കുഞ്ഞു വയറാണ്. നമ്മൾ കൊടുക്കുമ്പോഴും അവർക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫുഡ് നമ്മൾ അവർക്ക് കൊടുക്കാനായിട്ട് ശീലിപ്പിക്കാം. അല്ലാതെ ഒരുപാട് ചോറ് കൊടുക്കണേക്കാൾ നല്ലത് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ അത് കുറച്ചും കൂടി എനർജി കിട്ടും, കുറച്ചും കൂടി ന്യൂട്രീഷ്യൻസ് അതിൽ നിന്ന് കിട്ടും. അപ്പൊ നമ്മൾ എപ്പോഴും ഭക്ഷണം കൊടുക്കുമ്പോൾ എന്തുവാ ചെയ്യാം, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് അവർക്ക് കൊടുക്കാനായിട്ട് ശ്രമിക്കും. The food they eat should provide energy and nutrition in compact form. അപ്പൊ നമ്മൾ കറക്റ്റ് അളവിൽ ന്യൂട്രീഷ്യൻസും എനർജിയും കൊടുക്കണ്ടെന്ന് ഉറപ്പ് വരുത്തുകയും വേണം. അവർക്ക് കുറച്ച് കൊടുത്താലും മതി, പക്ഷെ ഒന്ന് ന്യൂട്രീഷ്യസ് ആയിട്ട് വേണം അവർക്ക് എന്ത് ചെയ്യാനായിട്ട് കൊടുക്കാനായിട്ട്. In the lack of required measures of nutrition, the child face incapability to cope with the situation with his age demands. ചില കുട്ടികൾക്കൊക്കെ ന്യൂട്രീഷ്യൻസിന്റെ കുറവ് കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. എന്തൊക്കെയാ ന്യൂട്രീഷ്യൻസ് വഴി, ആബ്സെൻസ് ഓഫ് ന്യൂട്രീഷ്യൻസ് കാരണം വരുന്ന അസുഖങ്ങൾ നിങ്ങൾക്കറിയോ? മാൾ ന്യൂട്രീഷ്യൻസ് അങ്ങനെ എന്തോ സംഭവം ഉണ്ടല്ലോ. മാൽ ന്യൂട്രീഷ്യൻസ്, അത് ന്യൂട്രീഷ്യൻസിന്റെ കുറവ് കൊണ്ട് വരുന്ന കുറവിനെ പറയുന്നതിന് മാൽ ന്യൂട്രീഷ്യൻസ് എന്ന് പറയണം. അതുകൊണ്ട് വരുന്ന അസുഖങ്ങൾ അറിയാമോ? അടുത്ത ക്ലാസ്സിൽ അത് കണ്ടുപിടിച്ചിട്ട് വാട്ടോ. എന്തുവാണ് കണ്ണിന്റെ കാഴ്ചക്കുറവ്, അനീമിയ വിളർച്ച ഉണ്ടാകും. ഓക്കെ, പിന്നെ മിസ് വൈറ്റമിൻ സിയുടെ കുറവ് കൊണ്ട് സ്കാർബി വരിക, വൈറ്റമിൻ ബിയുടെ കുറവ് കൊണ്ട് ബെറിബെറി, അതൊക്കെ വൈറ്റമിൻസിന്റെ കുറവ് കൊണ്ടാണ്. ഓക്കെ, ഞാനൊരു വൈറ്റമിന്റെ കാര്യം ചോദിച്ചോട്ടെ. നമുക്ക് സൂര്യപ്രകാശത്തിൽ നിന്ന് കിട്ടുന്ന വൈറ്റമിൻ ഏതാണ്? ഏതാണ്? വൈറ്റമിൻ ഡി. വൈറ്റമിൻ ഡി. ഓക്കെ, വിറ്റാമിൻ എന്നും പറയൂലേ ഞാൻ അല്ലേ? വൈറ്റമിൻ വിറ്റാമിൻ രണ്ട് രീതിയിലും പറയാം. രണ്ട് രീതിയിലെ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആണ് കേട്ടോ. അത് ചിലവര് വിറ്റാമിൻസ് എന്ന് പറയും, ചിലവര് വൈറ്റമിൻസ് എന്ന് പറയും. വിറ്റാമിൻസ് എന്നാന്ന് തോന്നുന്നു കുറച്ചും കൂടി കറക്റ്റ്. ഏതാണെനിക്ക് അറിഞ്ഞൂടാ. ഞാനും കോമൺലി ഐ എന്ന് പറയുന്നത് വവലല്ലേ, അപ്പൊ അതിന് രണ്ട് പ്രൊനൗൺസിയേഷൻ ഉണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. കോമൺ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. പ്രോട്ടീന്റെ കുറവ് മൂലം ഉണ്ടാവില്ല ക്വാഷിയോർക്കർ. എന്താണ് അങ്ങനെയല്ലേ പറയുന്നേ? ക്ലിയർ ആയില്ലടാ. പ്രോട്ടീന്റെ കുറവ് കൊണ്ടുണ്ടാവുന്ന അസുഖമാണ് ആ കുട്ടി പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമ്മൾ കുട്ടികൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് പ്രോപ്പർ ആയിട്ട് ന്യൂട്രീഷ്യൻസ് നമ്മൾ എന്ത് കൊടുക്കണം, അവർക്ക് പ്രൊവൈഡ് ചെയ്യണം. അല്ലെങ്കിൽ അവർക്ക് അവരുടെ ഏജ് ഡിമാൻഡ് ചെയ്യുന്ന ആ ഒരു കപ്പാസിറ്റിയിലേക്ക് കുട്ടികൾ വളരാനും അല്ലെങ്കിൽ എന്താണ് വളർച്ചയിൽ എന്ത് വരാനുള്ള ചാൻസ് ഉണ്ട്, മന്ദത വരാനുള്ള ചാൻസ് ഉണ്ട്.
Therefore, both the parent and teachers must see the children get food required for their growth and power. അല്ലെങ്കിൽ അവരുടെ വളർച്ചയ്ക്ക് ആവശ്യമുള്ള ഫുഡ് അവർക്ക് അവരുടെ ഡെയിലി ഡയറ്റിന് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്തം പാരന്റ്സിനുണ്ട്, ദെൻ ടീച്ചേഴ്സിനുണ്ട്. They should be give the food which is wealthy in carbohydrate, proteins, minerals, vitamins. ഈ 4 കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്ന ഫുഡുകളായിരിക്കണം കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മുടെ ഗവൺമെന്റ് ഇപ്പൊ സാധാരണയായിട്ട് ഗവൺമെന്റ് കുറച്ച് സ്കീമുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. കുട്ടികളുടെ ഈ പറഞ്ഞ വൈറ്റമിൻസ്, അതായത് സോറി അതുണ്ട്. അതേപോലെ തന്നെ നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് സ്കീമുകൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് അറിയാവോ? അന്നപൂർണ്ണ പേര് അറിഞ്ഞൂടാ. പിന്നെ നമ്മുടെ ഈ വിഷമില്ലാത്ത പച്ചക്കറി കൊടുക്കാൻ സ്കൂളിലൊക്കെ പച്ചക്കറിയൊക്കെ കൃഷി ചെയ്തിട്ട് ആ പച്ചക്കറി വെച്ച് പിള്ളേർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സ്കീം നമ്മുടെ അംഗനവാടിയിലൊക്കെ കിട്ടുമല്ലോ 3 വയസ്സ് വരെ കുട്ടികൾക്ക് പോഷകാഹാരം കൊടുക്കുന്നുണ്ട്. 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പോഷകാഹാരം, 6 months to 3 years വരെയുള്ള കുട്ടികൾക്ക് പോഷകാഹാരം അംഗനവാടികൾ വഴി വിതരണം ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് അംഗനവാടിയിലത്തെ കുട്ടികൾക്ക് എനിക്ക് തോന്നുന്നു വീക്കിലി ഒരു ദിവസം മുട്ടയും ഒരു ദിവസം പാലും ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അറിയോ അത്? ആണോ? പിന്നെ സ്കൂളിൽ നിന്ന് കൊടുക്കും മുട്ടയും പാലും. പിള്ളേര് ഇത് കുപ്പിയൊക്കെ കൊണ്ടുവന്ന് മേടിച്ചോണ്ട് പോകണം, കണ്ടിട്ടുണ്ട്. ഓക്കെ. പിന്നെ ഡെയിലി അവർക്ക് പ്രോപ്പർ ആയിട്ട് ഫുഡ് കിട്ടാൻ വേണ്ടി, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കിട്ടാൻ വേണ്ടി ഡെയിലി അവർക്ക് ലഞ്ചില് അതേപോലത്തെ ഐറ്റംസ് ആഡ് ചെയ്യുന്നുണ്ട്. വെജിറ്റബിൾസും ചോറും അതേപോലെ നല്ല രീതിയിൽ വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള കറികളൊക്കെ അവർ പ്രിപ്പയർ ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെയും ഉണ്ടെന്ന് തോന്നുന്നു ഒരുപാട് സ്കീമുകളുണ്ട് കുട്ടികളുടെ ആരോഗ്യത്തിന് വേണ്ടി. എനിക്ക് തോന്നുന്നു 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇതേപോലെ ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഗവൺമെന്റ്. അപ്പൊ നമ്മൾക്ക് ടീനേജ് കുട്ടികൾക്ക് നുറുക്ക് ഗോതമ്പ്, ശർക്കര, എണ്ണ ഇതൊക്കെ ഉണ്ട്. പിന്നെ കൊച്ചു പിള്ളേർക്ക് മറ്റേ അമൃതം പൊടിയൊക്കെ കൊടുക്കുമല്ലോ. ടീനേജിലെ കുട്ടികൾക്ക് എന്താണ് ഉള്ളത്? ശർക്കര, നുറുക്ക് ഗോതമ്പ് അതുണ്ട്, ശർക്കരയുണ്ട്. ടീനേജേഴ്സ് ആണോ? അംഗനവാടി വഴി അങ്ങനെ കൊടുക്കുന്നുണ്ട്. അംഗനവാടി വഴി കൊടുക്കലുണ്ട്. കടല താഴെയുള്ള കുട്ടികൾക്ക് അങ്ങനെ കിട്ടുന്നുണ്ട്. കടല, നുറുക്ക് ഗോതമ്പ്, എണ്ണയൊക്കെ കിട്ടും, വെളിച്ചെണ്ണയൊക്കെ കിട്ടും ചിലയിടത്ത്. ഈശ്വര, ഇതൊന്നും ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. എനിക്ക് ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ അറിഞ്ഞൂടാ. നിങ്ങളുടെ നാട് ചില സ്ഥലങ്ങളിൽ അത് കൊടുക്കുന്നുണ്ട്. ഇത് മലപ്പുറം ഞങ്ങളുടെ ഈ ഏരിയയിലൊന്നും ഇല്ല, ആലപ്പുഴ ഈ ഭാഗത്തൊന്നും ഇല്ല. പക്ഷെ തിരുവനന്തപുരത്തൊക്കെ മിക്ക സ്ഥലങ്ങളിലും കൊടുക്കുന്നുണ്ട്. ഇല്ല, നമ്മളെവിടെ ഇല്ല, നമ്മളെവിടെ ഇല്ല. സ്കൂളുകളില് എടാ, എന്റെ ഹസ്ബൻഡിന്റെ വീട് ട്രിവാൻഡ്രം ആണ്. അതുകൊണ്ട് എനിക്കറിയാം. എന്റെ നാത്തൂനൊക്കെ താമസിക്കുന്ന ആ ഭാഗത്ത് അമരവിള എന്നാ പറയുന്നത്. അവിടെ ഇതുപോലെ കൊച്ചു കുട്ടികൾക്ക് ഒരു സെക്ഷൻ കൊടുക്കുന്നുണ്ട്. ഇതിന് 15 മുതൽ തിരുവനന്തപുരം അല്ല, പാറശാല തിരുവനന്തപുരം അല്ലേ? മാറ്റിയോ? പിന്നെ അതുപോലെ ഗർഭിണികൾക്കും ഉണ്ട്. അല്ല, മറ്റേ ധനുവച്ചപുരം, ധനുവച്ചപുരം, പാറശാല എല്ലാം തിരുവനന്തപുരമാണ്. നമ്മുടെ കേരളത്തിലുള്ള സ്ഥലമാ. കളിയിക്കാവിള മുതൽ ഇങ്ങോട്ട്. അതല്ലേ ബോർഡർ അല്ലേ? ബോർഡർ ആണെങ്കിലും കേരളം അല്ലേടാ. ബോർഡർ ആണെങ്കിലും തമിഴ്നാടാന്ന് പറയാൻ പറ്റുമോ? എന്റെ ഹസ്ബൻഡിന്റെ വീട് അവിടെ ആയതുകൊണ്ട് എനിക്കറിയാം. അവിടെ കൊടുക്കുന്നുണ്ട് അങ്ങനെ. മലപ്പുറം ജില്ലയിൽ ഞങ്ങളുടെ നാട്ടില് ഉച്ചക്ക് ചിക്കൻ കറി ഒക്കെ ഉണ്ടാവും സ്കൂളിൽ. അതുപോലെ പാലൂട്ടുന്ന അമ്മമാർക്കും ഗർഭിണികൾക്കൊക്കെ കൊടുക്കുന്നുണ്ട്. പോഷകാഹാരങ്ങൾ അത് കൊടുത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു പാക്കറ്റ് ഇപ്പൊ അംഗൻവാടി വഴി വിതരണം ചെയ്യുന്നത് എനിക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. റാഗി, നുറുക്ക് ഗോതമ്പ് അതൊക്കെ കിട്ടാറുണ്ട്. കടല, നിലക്കടല ഒക്കെ കിട്ടാറുണ്ട്. അതുപോലെ എനിക്ക് ടീനേജേഴ്സിന് വെയിറ്റ് കുറവൊക്കെയുള്ള കുട്ടികൾക്കാണ് കൊടുക്കുന്നത്. അല്ല, ടീനേജ് 13 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള പിള്ളേർക്ക് കൊടുക്കുന്നുണ്ട് ഇപ്പൊ. അല്ല, വെയിറ്റ് കുറവില്ലോൾക്കാ അവിടെ വെയിറ്റ് നോക്കുന്നുണ്ട്. വെയിറ്റ് നോക്കുന്നില്ല, എല്ലാ കുട്ടികൾക്കും കൊടുക്കുന്നുണ്ട്. ആ ഒരു ഇതിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അല്ലാതെ വെയിറ്റും അങ്ങനെ കുറഞ്ഞ കുട്ടികൾക്ക് മാത്രമല്ല. ഓക്കെ. ചിലപ്പോ ഓരോ സ്ഥലത്ത് ഓരോ രീതിയായിരിക്കും. ചിലപ്പോ പുതിയ രീതികൾ നമുക്കറിയാത്തതായിരിക്കും. ഒന്ന് അന്വേഷിച്ച് നോക്കട്ടെ എല്ലാവരും. അത് മിസ്സേ എന്താണെന്നറിയോ മിസ്സേ, ചില ജില്ലകളിലെ ചില പദ്ധതികൾ നമ്മുടെ സർക്കാർ വഴി തന്നെ വരുമ്പോൾ ചില ജില്ലകളിൽ ചില ഭാഗത്ത്, അതായത് ചില പ്രദേശങ്ങളിൽ മാത്രമേ അത് നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് അവരത് ചെയ്യത്തുള്ളൂ. ഞാൻ ആലപ്പുഴ മാവേലിക്കര എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത്. പക്ഷെ ഞാൻ പ്രഗ്നന്റ് ആയതിനു ശേഷം ഞങ്ങളുടെ അംഗൻവാടിയിൽ നിന്ന് എനിക്കൊരു മുട്ടായി പോലും കിട്ടിയ അറിവില്ല എനിക്ക്. പക്ഷെ എന്റെ ഹസ്ബൻഡിന്റെ വീട് ഞാൻ പറഞ്ഞില്ല, അമരവിളയാണ് ഒരു പ്രോപ്പർ.
അപ്പൊ എന്റെ ഹസ്ബൻഡിന്റെ അനിയത്തി പ്രഗ്നന്റ് ആയിരുന്നു. 2 പ്രഗ്നൻസിയിലും അവിടുന്ന് കടല, പരിപ്പ്, ചെറുപയറ്, വെളിച്ചെണ്ണ. ഞാൻ ചോദിച്ചു പായസം വെക്കാനുള്ള സാധനമാണോ ഇവള് വാങ്ങിച്ചുകൊണ്ട് വരുന്ന കണ്ടപ്പം ഞാൻ ചോദിച്ചു. എനിക്ക് അത്ഭുതമാണ്. കാരണം ഞാൻ ഇവിടെ നിൽക്കുന്ന ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പോകാറുള്ളൂ. അപ്പൊ അതുപോലെ ആ സമയത്ത് പ്രഗ്നൻസി ടൈമിലും കിട്ടും. അതിനുശേഷം ജനിച്ച കുഞ്ഞുങ്ങൾക്ക് പിന്നെ ഇപ്പൊ ഈ ഒരു 2-3 വർഷത്തിന് ഇടകൊണ്ടാണ് 15 വയസ്സിന് മുകളിലോട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് 18 വയസ്സ് വരെ ഉള്ളവർക്കും കൊടുക്കുന്നുണ്ട്. അത് കിട്ടുന്നുണ്ട് അവിടെയൊക്കെ. പക്ഷെ ഞങ്ങളുടെ ഈ ഏരിയയിൽ കിട്ടുന്നില്ല. പക്ഷെ നമ്മളവിടെയും ഇല്ല. ഞാൻ ട്രിവാൻഡ്രം ആണ്, പ്രോപ്പർ എന്ന് വെച്ചാൽ കറക്റ്റ് തിരുവനന്തപുരം ഇതല്ല, ടൗൺ അല്ല. പക്ഷെ കുറച്ചും കൂടെ ഇതാണ്, നമ്മൾ ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റ് ആണ്. പക്ഷെ നമ്മൾ എവിടെയൊന്നും കൊടുക്കുന്നില്ലടോ. പക്ഷെ അവിടെയൊക്കെ കിട്ടുന്നുണ്ടടാ. ഞാനപ്പോ എനിക്ക് നല്ല അത്ഭുതമായിരുന്നു. ഞാൻ പറഞ്ഞു നല്ല കാര്യം. കാരണം എല്ലാ മനുഷ്യരുവേ നമ്മളെല്ലാവരും ഒരേ സാമ്പത്തിക സ്ഥിതിയിലും അല്ലെങ്കിൽ എല്ലായ്പ്പോഴും എല്ലാ സാധനങ്ങളും വാങ്ങിക്കാൻ പറ്റുന്ന സാഹചര്യത്തിലുള്ളവരുമല്ല. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സ്ഥാപനങ്ങളിൽ കൂടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുമ്പോഴത്തേക്കിനും അത് ഒരുപാട് പേർക്ക് ഹെൽപ്ഫുൾ ആണ്. അപ്പൊ എനിക്ക് ആ ഒരു പദ്ധതി അവിടെ ചെന്ന് കണ്ടപ്പോൾ ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഞങ്ങളുടെ ഇവിടെ തിരക്കിയപ്പം ഇവിടെ അങ്ങനെ ഒരു പദ്ധതി ഇല്ല നിലവിലിപ്പം. ചിലപ്പോ കാണുമായിരിക്കും, അവര് കൊടുക്കാത്തതായിരിക്കാം, ചിലപ്പോ അറിയാൻ പറ്റില്ല. ഇവിടെയൊക്കെ പ്രഗ്നന്റ് ആയ ലേഡീസിന് സാഫല്യ എന്ന് പറഞ്ഞൊരു പൊടി കൊടുക്കുന്നത്. പാലിൽ അത് നന്നായിട്ട് നമുക്ക് ഫീഡിങ്ങിനൊക്കെ നന്നായിട്ട് ഉപകാരപ്രദമാകുമെന്നും പറഞ്ഞുകൊണ്ട് സാഫില്ല എന്ന് പറഞ്ഞൊരു പൊടി കൊടുക്കും. അത് കഴിഞ്ഞ് കുഞ്ഞുണ്ടായ ഒരു 6 മാസം കഴിഞ്ഞ് 3 വയസ്സ് വരെ അമൃതം പൊടി കൊടുക്കും. അത്രയൊക്കെ ഇവിടെ ഉള്ളു. വേറെ പ്രത്യേകിച്ച് ഇവിടുത്തെ അംഗൻവാടികളിലൊന്നുമില്ല. ഞങ്ങളുടെ നാട്ടിലാണ്. ഞാൻ എറണാകുളം, പെരുമ്പാവൂർ, ഞങ്ങളുടെ ഇവിടങ്ങളിൽ അങ്ങനെയാ. ഞങ്ങൾ നാട്ടിലും അതെ, ഞാൻ എറണാകുളമാണ്. അപ്പോ ഞങ്ങൾ ഇവിടെ 2 ഇത് മാത്രമേ കേട്ടിട്ടുള്ളൂ. കുട്ടികൾ ജനിക്കുന്നേക്കാളും മുമ്പ് അമ്മമാർക്ക് കൊടുക്കുന്ന സഫലി ഒരു പച്ച കളർ പാക്കറ്റ് കൂടി, പിന്നെ തന്നെ ഒരു പച്ച കളർ പൊടി, അത് പാലിൽ കലക്കി നമുക്ക് ഫീഡിങ്ങിന്റെ സമയത്ത് നല്ലതാണെന്ന് പറഞ്ഞ് അവർ തരും. പക്ഷെ അത് നല്ലതാണ് കഴിക്കുവാണെങ്കിൽ. നമ്മുടെ ബോഡി വെയിറ്റ് ഒക്കെ കൂടി നമുക്ക് നന്നായിട്ട് കുഴപ്പമില്ല, നല്ല സാധനമാണ്. അത് കഴിഞ്ഞ് കുഞ്ഞുണ്ടായ ഒരു 6 മാസം കഴിഞ്ഞ് പിന്നെ അമൃതം പൊടി, വേറെ ഒന്നും ഇവിടുന്നില്ല. ഞങ്ങളുടെ നാട്ടിലും ഉള്ളൂ, എറണാകുളത്ത് മാത്രമേ ഉള്ളൂ എന്നാണ് എന്റെ ഒരു ധാരണ. കാരണം ഏകദേശം ഇവിടങ്ങളിൽ എല്ലായിടത്തും അംഗന്മാര് ഫോളോ ചെയ്യണത് ഈ ഒരു പാറ്റേൺ ഓഫ് ഇതാണ്. അപ്പൊ അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥലങ്ങൾ നല്ലതാണ്. കാരണം എല്ലാവരും ഫിനാൻഷ്യലി ആ കുട്ടി പറഞ്ഞ പോലെ ഇതേപോലെ എല്ലാ സാധനങ്ങളും എല്ലാ അമ്മമാർക്കും എത്തണമെന്നില്ല. അതുകൊണ്ട് അങ്ങനെ പക്ഷേ മിസ്സേ, ഈ തമിഴ്നാടില്ലേ, തമിഴ്നാട് ഭാഗമല്ലേ, തമിഴ്നാട്ടിലൊക്കെ ഈ സംഭവം വലിയൊരു ബാസ്ക്കറ്റിലൊക്കെയാ കൊടുക്കുന്നത്. ഈ പ്രഗ്നന്റ് ആവുന്ന ലേഡീസിന് വലിയ മറ്റേ ഹോർലിക്സും അങ്ങനെയുള്ള അവര് ഇതേപോലെയുള്ള ഗവൺമെന്റിന്റെ സ്കീമായിട്ട് കൊടുക്കുന്നത്. നമുക്ക് ഒന്നുമില്ല. മിസ്സേ, പിന്നെ ഒരു കാര്യവും കൂടി ഞാൻ പറഞ്ഞോട്ടെ. നമ്മളെ ഇവിടെ തന്നെ ഈ നെയ്യാറ്റിങ്കര എന്ന് പറഞ്ഞ സ്ഥലത്ത്, ട്രിവാൻഡ്രത്ത് തന്നെ നെയ്യാറ്റിങ്കര, അവിടെ നെയ്യാറ്റിങ്കര ഹോസ്പിറ്റലില്, അപ്പൊ ആ ഹോസ്പിറ്റലിൽ പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ എങ്ങാണ്ട് നമ്മളിപ്പോ പ്രസവിച്ച് കിടക്കുവാണെങ്കിലേ നമ്മൾ ഡെലിവറി കഴിയുന്ന പിന്നെ 1-2 ദിവസത്തേക്കുള്ള ഫുഡും കാര്യങ്ങളും ഒക്കെ നമുക്ക് തൊട്ടടുത്ത ഈ ഹോസ്പിറ്റലിന്റെ അടുത്ത് തന്നെയുള്ള എന്ത് പറയുന്നത് ഹോട്ടലിൽ നിന്ന് നമുക്ക് ഫ്രീ ആയിട്ട് പ്രസവിച്ച സ്ത്രീകൾക്കുണ്ട് അവിടെ, പ്രസവിക്കുന്നവർക്ക്. അതൊക്കെ ഞാൻ അവിടെ ചെന്നിട്ട് എനിക്കത് ഭയങ്കര അത്ഭുതമാണ്. ഞങ്ങളുടെ നാട്ടിലെങ്ങും അങ്ങനെ ഒരു കാര്യമേ കേട്ടിട്ടില്ല. പക്ഷെ അമ്മയ്ക്കും കുഞ്ഞിനും ഉള്ളതും, കുഞ്ഞു കഴിക്കത്തില്ലല്ലോ, അമ്മയ്ക്ക് മാത്രം ഉള്ളതേ ഉള്ളൂ. രാവിലത്തെ ആഹാരം, ഉച്ചക്കത്തെ ഭക്ഷണം, രാത്രിയില് വൈകുന്നേരം ഒരു ചായ, ഇതൊക്കെ. അവിടെ ഈ നെയ്യാറ്റിങ്കര എന്ന് പറയുന്നത് തിരുവനന്തപുരം ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അവിടുത്തെ ജനറൽ ഹോസ്പിറ്റലിലെ കാര്യമാണ് ഞാനീ പറഞ്ഞത്. ഇവിടെ ആൾക്കാരാ, ഞാൻ അവിടെ പഠിച്ചത്, ധനുവച്ചപുരത്തെ കോളേജ്. രാവിലെ ഉണ്ട്, വൈകുന്നേരം ചായ ഉണ്ട്, ഉച്ചക്ക് ചോറുണ്ട്. ചോറിന് 2 വിധം കറി ഉണ്ടാവും, ഒരു മീൻ എന്തെങ്കിലും പൊരിച്ചത് ഉണ്ടാവും, ഒരു ഉപ്പേരി, അച്ചാറ്. ഇതൊക്കെ ഒരു നല്ല കാര്യങ്ങളാണ്. കാരണം ഈ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്താണെങ്കിലും ആ പ്രസവിച്ചു കഴിഞ്ഞ സമയത്താണെങ്കിലും ഒക്കെ ഒരുപാട് പേർക്ക് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി അത് കണ്ടപ്പോ. ഓക്കേടാ. അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നത് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യണം എന്നാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു നിർത്താണ്. ചുമ്മാ നമ്മുടെ പുതിയ ചാപ്റ്റർ ഒന്ന് സ്റ്റാർട്ട് ചെയ്തു, ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്തോളൂ. അതൊക്കെ നമ്മൾ ടൈം കഴിഞ്ഞു. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽഡ് ആയിട്ട് ചർച്ച ചെയ്യാം. പിന്നെ നമ്മൾ ആക്ടിവിറ്റി ചെയ്യാത്തവരാണെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ എന്ത് ചെയ്യണം, എല്ലാവരും പ്രിപ്പയർ ചെയ്ത് വെക്കണം കേട്ടോ. താങ്ക് യു മിസ്സേ. താങ്ക് യു മാം. ഞാൻ എനിക്ക് നല്ല